ഹായ് ഓൾ, ദിസ് ഇസ് സൺഡേ മോർണിംഗ്. ഇതിപ്പോൾ കാറ്റത്തും മഴയത്തും വീണതൊന്നും അല്ല കേട്ടോ. ഒരുത്തൻ അവിടുന്ന് മതിൽ ചാടിയപ്പോഴത്തേക്ക് ലാൻഡ് ചെയ്യുന്ന ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് മാറി. ചട്ടി പൊട്ടിയെങ്കിലും മരം ഒന്ന് നേരെ വെക്കാന്ന് ഓർത്ത് ഞാൻ കുറച്ചു നേരം പരിശ്രമിച്ചു, നടന്നില്ല. അപ്പോഴേക്ക് കണ്ണൻ മോൻ ചിക്കനും എഗ്ഗും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചിക്കനിന് 2-3 ദിവസത്തേക്ക് എടുക്കാനുള്ളത് കൊണ്ട് മൊത്തം കഴുകി ഊറ്റി മാരിനേറ്റ് ചെയ്ത് വെക്കാന്ന് കരുതി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നൊരു ബിരിയാണി അങ്ങ് വെക്കാം. സമയം ഏതാണ്ട് 11 മണി കഴിഞ്ഞു. പുറത്ത് ആ ഫോഗ് പോലെ നിന്നേച്ചത് അതിനി അങ്ങനെ കേട്ടോ. കർക്കിടക വാവ് കഴിയുന്നത് വരെ ഇവിടെ മൊത്തത്തിൽ അങ്ങനെ ഒരു ക്ലൈമറ്റാ. വെയിൽ തീരെ ഉണ്ടാവത്തില്ല. ചിക്കനിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും സാദാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അതിന്നിപ്പോൾ ബിരിയാണിക്കുള്ള പീസുകളാണ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റുന്നത്. ഈ പീസുകളിലേക്ക് മാത്രമായിട്ട് അല്പം മല്ലിപ്പൊടിയും തൈരും കൂടെ കുഴച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്യാനുള്ള പീസിൽ നമുക്ക് ഇത്തിരി അധികം പെപ്പർ പൗഡർ ചേർക്കണം. കറിക്കുള്ള പീസുകളിൽ അതിന്റെ ആവശ്യമില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇരുന്നത് മുഴുവൻ ഞാൻ ഇതിൽ മൊത്തത്തിലായിട്ട് അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. ഇത്തവണ ഡിന്നറിലേക്കും കൂടെ കരുതിയിട്ട് കുറച്ചധികം പീസുകൾ ബിരിയാണിയിലേക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1.5 ഗ്ലാസ് കൈമ അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണിക്കായിട്ട് ഒരു വലിയ സവാളയും തക്കാളിയും, സാലഡ് ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ സവാളയും തക്കാളിയും, 2 പച്ചമുളക് സാലഡിലേക്കും 3 ചെറിയ പച്ചമുളക് ബിരിയാണിയിലേക്കും അരിഞ്ഞു മാറ്റാം. സാലഡിന് അരിഞ്ഞതിലേക്ക് അല്പം ഉപ്പും തൈരും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണിക്ക് വഴറ്റിയെടുക്കാനായിട്ട് സവാള നല്ല നീർപ്പിച്ചും തക്കാളി അത്യാവശ്യം കനത്തിലും അരിഞ്ഞെടുത്തു. കുക്കർ ഗ്യാസിലേക്ക് വെച്ചിട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സവാള നല്ലപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ പൊടിഞ്ഞു പോകുന്ന പരുവത്തിലാവണ്ടെങ്കിൽ നല്ലൊരു ബ്രൗൺ നിറം വന്നു തുടങ്ങുമ്പോൾ 3 പച്ചമുളക് അങ്ങനെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടികളായിട്ട് ഇതിലേക്ക് ഞാൻ ബിരിയാണി മസാല മാത്രമാണ് ചേർക്കുന്നത്. 1.5 സ്പൂൺ ബിരിയാണി മസാല ചേർത്തു. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കൂട്ട് ഒന്ന് മുരിച്ച് നിറം മാറ്റിയെടുക്കാം. മുരിഞ്ഞു വരുമ്പോഴേക്ക് എടുത്തു വെച്ചിരിക്കുന്ന റൈസും 1 ഗ്ലാസ് റൈസിന് 1.25 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലെ വെള്ളവും, പുഴുങ്ങിയെടുക്കാനുള്ള 3 മുട്ടയും, മുഴുവൻ മസാലകളായിട്ട് ഒരു ബേ ലീഫ്, 2-3 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, കുറച്ച് പെരുംജീരകം, ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ആ ഗ്യാപ്പിൽ ആവശ്യത്തിനുള്ള പപ്പടവും കാച്ചിയെടുക്കാം. വിസിൽ വന്നാൽ ഉടനെ തന്നെ കുക്കർ പൈപ്പിന് താഴെ വെച്ച് അല്പം വെള്ളം മീതെ കൂടെ ഒഴിച്ച് പ്രഷർ കളഞ്ഞ് നമുക്കിത് തുറന്നെടുക്കാം. അല്ലെങ്കിൽ കൈമ അരി ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകും. ബിരിയാണി ഒരു ഹോട്ട് പോട്ടിലേക്ക് മാറ്റി അതിന് മീതെ പുഴുങ്ങിയ മുട്ടയും വെച്ച് കുറച്ച് മല്ലിയിലയും കൂടെ തൂവിയാൽ ലഞ്ച് റെഡി. നിലു ബിരിയാണിയും കുഴിമന്തിയും ഒന്നും കഴിക്കത്തില്ല. അവന് ലില്ലിയംച്ചിയുടെ ചോറും മീൻകറിയാണ് ഏറ്റവും ഇഷ്ടം. അമ്മ വന്ന് നിലുവിനെ എടുത്ത് ലില്ലിയംച്ചിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ ബിരിയാണി കഴിച്ചു. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം.